മഹാഭാഗവതം അധ്യായം 11. ഇന്ന് നമ്മൾ മഹാബലി ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രഹ്ലാദന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ വിരോചനൻ്റെ മകനായ മഹാബലിയാണ് ഏറ്റവും ശ്രേഷ്ഠനായ അസുര ചക്രവർത്തിയായി കീർത്തി നേടിയത്. 3 ലോകങ്ങളിലും അദ്ദേഹത്തിൻ്റെ യശസ് പരന്നു. 1000 അശ്വമേധയാഗങ്ങൾ നടത്തിയ അദ്ദേഹം ഇന്ദ്രതുല്യനായി ഉയർന്നു. തൻ്റെ രാജ്യത്തിൽ ദാരിദ്ര്യ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ആരും തന്നെ ഉണ്ടാകാൻ പാടില്ലെന്നുള്ള നിശ്ചയത്തോടു കൂടി അദ്ദേഹം രാജ്യം ഭരിച്ചു. ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തെ മുഴുവൻ അദ്ദേഹം ഒരുപോലെ ദർശിച്ചു. ആ കാലത്ത് പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ അങ്ങനെ ആരുമില്ല. സ്ഥിതി സമത്വം, എല്ലാവരും ഒരുപോലെ. അതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹനീയാദർശം. കളവ്, ചതി, വഞ്ചന, പരദ്രോഹം, കൊല, പാതിവൃത്യഭംഗം എന്നിത്യാദി ദുഷ്കർമ്മങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ കാലത്ത് നാട്ടിലില്ലാതെയായി. മാമുനികൾക്കാണെങ്കിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും തപസ് ചെയ്യാം. ആരും അവരെ തടസ്സപ്പെടുത്തിയിരുന്നില്ല. യാഗങ്ങളും ധാരാളമായിട്ട് നടന്നുകൊണ്ടിരുന്നു. ഭൂമി ഇഷ്ടം പോലെ വിളഞ്ഞു. മഹാബലിയുടെ കാലത്ത് സ്വർഗലോകത്തിലേക്കാൾ സുഖം ഭൂമിയിലാണ് എന്നൊരവസ്ഥ വന്നു. വംശം കൊണ്ട് അദ്ദേഹം അസുരനായിരുന്നെങ്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും അദ്ദേഹം ദേവന്റെ ദേവനായിട്ടാണ് വിരാജിച്ചത്. തൻ്റെ പിതാമഹനായ പ്രഹ്ലാദൻ വെട്ടിത്തുറന്ന വഴിയിലൂടെ പരിമളം നിറഞ്ഞ പാതയിൽ കൂടെ അദ്ദേഹം ചരിച്ച് പുണ്യകർമ്മങ്ങൾ ചൊരിഞ്ഞു. 1000 അശ്വമേധങ്ങൾ നടത്തി കഴിഞ്ഞിരുന്നതിനാൽ ഇന്ദ്രപ്പട്ടത്തിനു പോലും അദ്ദേഹം അർഹനായി തീർന്നിരുന്നു. തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്ത് ജംഭാന്തകന് ഭയവും ജനിച്ചു. ഏതായാലും മഹാബലിയെ ഇങ്ങനെ വളരാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു സ്വാർത്ഥ ചിന്തയോടുകൂടി മഹേന്ദ്രൻ ദേവ ഗന്ധർവ കിംപുരുഷാദികൾ അടങ്ങിയ ഒരു വലിയ സേനയുമായിട്ട് വന്ന് അസുര നഗരം വളഞ്ഞു. അപ്പോൾ അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ മഹാബലി പരാജയപ്പെട്ടു പോയി. യുദ്ധത്തിൽ അനവധി അസുരന്മാർ വധിക്കപ്പെട്ടുവെങ്കിലും കുലഗുരുവായ ശുക്രമഹർഷിയുടെ മൃതസഞ്ജീവനി മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് അവരെല്ലാവരും പുനർജീവിച്ചു. അതിനു പുറമെ വിശ്വജിത്ത് എന്ന ഒരു മഹായജ്ഞം നടത്തി മഹാബലി കൂടുതൽ ശക്തിയും ആർജിച്ചു. അതിനുശേഷം മഹാബലി പ്രതികാര വൈരാഗ്യത്തോടു കൂടി ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് വമ്പിച്ച ഒരു ദാനവ പടയുമായിട്ട് വാനവർ ലോകത്തെത്തി ദേവരാജധാനിയെ ആക്രമിച്ച് സ്വർലോകം കീഴടക്കി. അമരനാഥനും അനുയായികളും പ്രാണരക്ഷാർത്ഥം അജ്ഞാതമായ ഏതോ വനത്തിലേക്കൊക്കെ അഭയം തേടി ഓടിപ്പോയി. ഇന്ദ്രസിംഹാസനത്തിൽ ബലി ചക്രവർത്തിയായി ആരൂഢനുമായി. ദേവലോകം ആക്രമിച്ചിട്ടുള്ള മറ്റ് അസുര രാജാക്കന്മാരെ പോലൊന്നും ആയിരുന്നില്ല മഹാബലി. അദ്ദേഹം അവിടെ ഒരു അക്രമങ്ങളും യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ചെയ്യാതെ നല്ല രീതിയിലാണ് രാജ്യം ദേവലോകം ഭരിച്ചത്. ഇന്ദ്രൻ ഭരിച്ചതിനേക്കാൾ നന്നായിട്ട് ക്ഷേമകരമായ വിധത്തിൽ അദ്ദേഹം ഭരണം നടത്തി. എല്ലാ കാര്യങ്ങളും ദേവഗുരുവായ ബൃഹസ്പതിയോടും കൂടി ആലോചിച്ചിട്ടായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമരലോകത്ത് തൻ്റെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം ഭൂതലത്തിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. 3 ലോകങ്ങളുടെയും നാഥനാണ് താനെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ദേവമാതാവായ ഇന്ദ്രന്റെ മാതാവായ അതിഥിക്ക് വളരെ സങ്കടമായി. തൻ്റെ പുത്രനിരുന്ന് വാണരുളേണ്ട ദേവസഭാതല മണ്ഡപത്തില് വേറൊരു ദാനവൻ ഇരുന്ന് വാഴേണ്ടി വന്നല്ലോ എന്നോർത്ത് അമ്മയ്ക്ക് വളരെ സങ്കടമായി. ആ സങ്കടം തൻ്റെ ഭർത്താവായ കശ്യപനോട് പറഞ്ഞു. അപ്പോൾ കശ്യപൻ അതിഥിയോട് പറഞ്ഞു, മഹാബലി ശ്രേഷ്ഠനും പുണ്യവാനുമായ ഒരു മഹാത്മാവാണ്. എൻ്റെ പുത്രൻ്റെ പൗത്രനുമാണ്. അവൻ്റെ പിതാമഹനായ പ്രഹ്ലാദൻ വെളിച്ചം കാണിച്ച പാതയിൽ നിന്നും അഹങ്കാരം കൊണ്ട് അല്പം ഒന്ന് വ്യതിചലിച്ചിരിക്കുന്നതിനാൽ അവനിൽ ഭഗവാന്റെ പ്രീതിക്ക് ഒരല്പം കുറവ് വന്നിട്ടുണ്ട്. ആയതിനാൽ ഏകാഗ്രമായ വിഷ്ണു ഭക്തിയോടുകൂടി 12 ദിവസം ശ്രേഷ്ഠമായ പയോവ്രതം അനുഷ്ഠിച്ചാൽ നിന്റെ പുത്രന്റെ നഷ്ടപ്പെട്ട നാഗലോകാധിപത്യം തിരിച്ചു കിട്ടാനുള്ള മാർഗം തെളിയും. പാലാഴി മദനവേളയിൽ മഹാബലി ദൈത്യാധിപത്യം വഹിച്ച് വളരെയേറെ ശ്രമദാനം ചെയ്ത് അമൃതം കിട്ടിയത് അവർ കൊണ്ടുപോയപ്പോൾ വിഷ്ണു ഭഗവാൻ മോഹിനിവേഷം ചമഞ്ഞ് അവരെ മയക്കി അവരിൽ നിന്നും അത് അപഹരിച്ച് അമരന്മാർക്ക് നൽകി. ആ പകയും കൂടി വച്ചുകൊണ്ടാണ് വിരോചന തനയൻ പാകശാസനനെ തോൽപ്പിച്ചത്.
മോഹിനി വേഷം കൊണ്ട് അമൃതം നമുക്ക് നേടിത്തന്നതുപോലെ ഇക്കാര്യത്തിലും കമലാകാന്തൻ ഏതു വിധമെങ്കിലും നമ്മെ അനുഗ്രഹിക്കും. നീ നിഷ്ഠയോടുകൂടി പയോവ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു. ആത്മവല്ലഭന്റെ ഉപദേശമനുസരിച്ച് അതിഥി ദേവി അത്യന്തം ഭക്തിയോടുകൂടി പയോവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. 12ാമത്തെ ദിവസമായപ്പോഴത്തേനും പത്മജാവല്ലഭൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഭദ്രേ ദേവമാതാവേ, നിന്റെ വ്രതത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, നിനക്ക് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അതിഥി ദേവി പറഞ്ഞു, അടിയന്റെ മകനായി പിറന്ന് ദാനവേന്ദ്രൻ അപഹരിച്ച ഇന്ദ്രപദവി അവനിൽ നിന്നും തിരിച്ചെടുത്ത് അടിയന്റെ പുത്രന് തന്നെ നൽകി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഭഗവാൻ അരുളി ചെയ്തു, മംഗലശീലയായ അതിഥി ദേവി കേൾക്കൂ. മഹാബലി ധർമ്മിഷ്ഠനും ഭക്തനും നീതിമാനുമായ ഒരു രാജപുങ്കവനാണ്. 1000 അശ്വമേധയാഗം കഴിച്ച പുണ്യപുരുഷോത്തമൻ. പോരെങ്കിൽ എൻ്റെ വത്സല ഭക്തനായ പ്രഹ്ലാദന്റെ പൗത്രനുമാണ്. അപ്പോൾ അതിഥി ദേവി പറഞ്ഞു, പ്രഭു ലോകേശ്വര, അടിയൻ ഉണർത്തിക്കുന്നത് കേൾക്കണം. മഹാബലി എത്ര ധർമ്മിഷ്ഠനായ രാജപുങ്കവനായാലും തനിക്ക് അവകാശപ്പെടാത്ത, നിന്തിരുവടിയാൽ ദാനം ചെയ്യപ്പെടാത്ത ദേവലോകാധിപത്യം കവർന്നെടുത്തത് ധർമ്മമാണോ? ദേവലോകത്തിന്റെ പേര് ഇനിമേൽ അസുരലോകമെന്നായി തീരുകയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദേവിയുടെ പുത്രനായ ഇന്ദ്രന്റെ കുറ്റം കൊണ്ട് തന്നെയാണ് മഹാബലി ദേവലോകം ആക്രമിച്ചത്. അവൻ അവിടെ ഭരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു സങ്കടവുമില്ല. 1000 അശ്വമേധയാഗങ്ങൾ അവൻ നടത്തിയിട്ടുള്ളത് കൊണ്ട് ഇന്ദ്രനാകാനുള്ള യോഗ്യതയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിഥി ദേവി പറഞ്ഞു, ശരി തന്നെ, എങ്കിലും ദേവലോകം ദേവകൾക്കും അസുരലോകം അസുരകൾക്കും എന്നല്ലേ വിധിച്ചിട്ടുള്ളത്? അതിന് വിപരീതമായാൽ ലോകധർമ്മങ്ങൾ തന്നെ പിന്നെ എങ്ങനെ നിലനിൽക്കും എന്ന് ചോദിച്ചു. അപ്പോൾ മധുസൂദനൻ മധുരമായ മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് പറഞ്ഞു, ഭദ്രേ, സമാധാനിച്ചാലും ഞാൻ ഭവതിയുടെ ആത്മജനായി ജനിച്ച് അഭിലാഷം സാധിച്ചു തരുന്നതാണ്. ഈ വിധം അനുഗ്രഹിച്ച് ഇന്ദീവരാക്ഷൻ തിരോഭൂതനായതിനു ശേഷം അതിഥി ഭർത്താവിനെ ചെന്ന് കണ്ട് സർവ്വവിവരങ്ങളും ധരിപ്പിച്ചു. ഭഗവാന്റെ ഭക്തവാത്സല്യമോർത്ത് കശ്യപൻ അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു. അടുത്തത് വാമനാവതാരമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.